പത്തനംതിട്ടയിൽ നടന്നത് അയ്യപ്പ സംഗമമല്ല, ബിജെപിയും സിപിഎമ്മും തമ്മിലുള്ള ഐക്യപ്പെടലിന്റെ സംഗമമാണെന്ന് കെപിസിസി വർക്കിംഗ് പ്രസിഡന്റ് എപി അനിൽകുമാർ എംഎൽഎ പറഞ്ഞു. ബിജെപിയും സിപിഎമ്മും തമ്മിലുള്ള അവിശുദ്ധ ബന്ധം കൂടുതൽ ബോധ്യപ്പെടുന്നതായിരുന്നു ഈ പരിപാടിയെന്നും അദ്ദേഹം മലപ്പുറത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. മതേതര സംഗമമല്ല, മതേതര വിരുദ്ധ സംഗമമാണ് അവിടെ നടന്നത്. വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് വിഭാഗീയത ഉണ്ടാക്കാൻ വേണ്ടിയാണ് സിപിഎം ശ്രമിക്കുന്നത്. ഇത്തരം ശ്രമങ്ങൾക്ക് അവർ വലിയ വില കൊടുക്കേണ്ടി വരുമെന്നും എപി അനിൽകുമാർ കൂട്ടിച്ചേർത്തു. അപ്പൊ ഈ രീതിയിൽ അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ ഇന്ന് ഇവിടെ നടത്തിയ കാര്യങ്ങളൊക്കെ തന്നെ ജനങ്ങൾ അതിനെതിരാണ് എന്ന് വ്യക്തമായ ബോധ്യമുണ്ട്. സിപിഎമ്മിനും അത് ബോധ്യമായിട്ടുണ്ട്. ജനങ്ങളുടെ പിന്തുണ അതിന് ലഭിച്ചിട്ടില്ല. ഇതൊരു തട്ടിക്കൂട്ട് സംഗമം. ഇത് വോട്ട് മുന്നിൽ കണ്ടുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ സിപിഎം പലപ്പോഴും മൃദുത്വ ഹിന്ദു സമീപനം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അതല്ല, അതിനപ്പുറത്തേക്ക് സിപിഎം പോയിക്കൊണ്ടിരിക്കുക. ഇതിന് സിപിഎം വലിയ വില കൊടുക്കേണ്ടി വരും. സിപിഎമ്മിനെ പോലെ ഒരു പാർട്ടി ഇന്ന് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന അജണ്ടകളൊക്കെ കേരളത്തിൽ വിഭാഗീയത ഉണ്ടാക്കുവാനുള്ള ഒന്നാണ് എന്നുള്ളത് ബോധ്യമാണ്. അയ്യപ്പ സംഗമത്തിൽ ഒഴിഞ്ഞുകിടക്കുന്ന കസേരകൾ സൃഷ്ടിയല്ല, അത് മലയാളി ഇന്റലിജൻസ് കൊണ്ട് സംഭവിച്ചതാണ്. മലയാളികളെ ഇങ്ങനെ കബളിപ്പിക്കാനാവില്ലെന്നും 10 വർഷത്തോളം പഞ്ചായത്തുകൾക്ക് വികസനം നടത്താൻ സർക്കാർ പണം അനുവദിച്ചിട്ടില്ലെന്നും ഇപ്പോൾ വികസന സദസ്സുമായി സർക്കാർ രംഗത്തിറങ്ങിയത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെന്ന് ജനങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാകുമെന്നും എപി അനിൽകുമാർ പറഞ്ഞു. ഈ ചാനൽ ന്യൂസ് മലപ്പുറം. സാഫ് എഡ്യൂക്കേഷൻ ഗവൺമെന്റ് സ്ഥാപിതമായ കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിന്റെ അംഗീകൃത സ്ഥാപനം കൂടിയാണ് സാഫ് എഡ്യൂക്കേഷൻ. അവർ കോഴ്സസ് PGDCA, DCA, ഡാറ്റ എൻട്രി, ഇന്ത്യൻ ആൻഡ് ഫോറിൻ അക്കൗണ്ടിംഗ്, ടാലി ആൻഡ് GST, ഓട്ടോകാഡ്, ഗ്രാഫിക് ഡിസൈനിംഗ് എന്നീ കോഴ്സുകൾക്ക് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ സാഫ് എഡ്യൂക്കേഷൻ പഠിക്കാം. പെൺകുട്ടികൾക്കായി 1 വർഷം ദൈർഘ്യമുള്ള കമ്പ്യൂട്ടർ TTC, പ്രീ പ്രൈമറി TTC, ഫാഷൻ ഡിസൈനിംഗ് TTC കോഴ്സുകൾ. സാഫ് എഡ്യൂക്കേഷൻ വളാഞ്ചേരി.